ഹലോ ഗേസ്, ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ആട്ടോ ഇന്നത്തെ വീഡിയോ. ക്ലാസ് ഇല്ല, അപ്പോൾ ഇന്നാണെങ്കിലും ഉമ്മയും അനിയത്തിയൊന്നും വീട്ടിലും ഇല്ല. ഒരു ഡേ എടുക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നീച്ചപാട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്. അപ്പോൾ ഉമ്മ ചോറ് അടുപ്പത്തിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് എന്തപ്പോൾ ഊറ്റിച്ച് മീൻ കായം തേക്കലും ഒക്കെ ഉണ്ടായിരുന്നു പണി. ഞാൻ നീച്ചിട്ട് മോള് നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാത്രം ഒക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ പാത്രമൊക്കെ തേച്ചിട്ട് നമ്മളൊരു സൈഡിലേക്ക് വെക്കുക ചെയ്യാം. കാരണം ബസ്സിന് തന്നെ ഇട്ടാൽ നമ്മൾ പിന്നെ കഴുകില്ല. കഴുകുമ്പോൾ ആ മെഴുക്ക് പിന്നെ അതിലേക്ക് തന്നെ ആവും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുക. അതേപോലെ സൈഡിലേക്ക് തേച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഇതിലേക്ക് വെക്കുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് വീതം കഴുകിയൊക്കെ ചെയ്യാം. എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നല്ല. ഒന്നാമത്തെ ക്ലാസ്സില്ലാത്ത കാരണം 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് നീക്കുമ്പോൾ തന്നെ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ളവ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നുണ്ടാവുക. ഇന്നിപ്പോൾ ഉമ്മക്ക് നേരമില്ലാത്ത കാരണമാണ് ഉമ്മ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ഓടിയത്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാവില്ല, പാത്രം കഴുകാനൊന്നും. ഒക്കെ കഴുകി വെച്ചതിന് ശേഷം സ്റ്റാൻഡ് വെച്ച് ഇതുപോലത്തെ ഒരു അപ്പോൾ അവിടെ വെക്കുക ബാക്കിയുള്ളതൊക്കെ. ഇപ്പോഴാണ് മോള് നീച്ചത്. അങ്ങനെ അവൾ നീച്ച് ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷം ഇതാ ചായ കുടിക്കാൻ പോയിട്ട് ഇഡ്ഡലിയും പിന്നെ തേങ്ങാ ചട്നി ആയിരുന്നു നമുക്കിന്ന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയാലോ വെച്ചിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വന്നതാണ്. അടിച്ചു വാരി തുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അനിയത്തി പോകുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കാകെ ഉപ്പേരി വെക്കുക, മീൻ പൊരിക്കുക, പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബെഡൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം കുറച്ച് തിരുമ്പിയ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അത് മുളകൊക്കെ. അപ്പോൾ അതൊന്ന് മടക്കിയൊക്കെയാണ്. എനിക്കെല്ലാത്തിനാട്ടി ഏറ്റവും വലിയ പണി തിരുമ്പിയ മടക്കിക്കണ ഒരു തരം പ്രാന്ത് പിടിച്ച പണിയാട്ടോ. പിന്നെ വിചാരിച്ച് അടുക്കള ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം പിന്നെ മീനൊക്കെ പൊരിക്കുക ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആദ്യം തുടച്ച് വെക്കട്ടെ, എന്നാലേ എല്ലാ സ്ലാബൊക്കെ തുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്രമൊക്കെ തുടച്ച് വെച്ചതിൻ്റെ ശേഷം എല്ലാ സ്ലാബുമത്തെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാണ്. എന്നതിൻ്റെ ശേഷം നമുക്ക് ഉപ്പേരിയൊക്കെ, കാരണം അടുക്കള വൃത്തിയായി നിൽക്കുമ്പോഴേ കുക്കിങ് ചെയ്യാനൊരു മൂഡുണ്ടാവുള്ളൂ. മറ്റേത് പ്രാന്ത് പിടിക്കും അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് അടുത്ത സ്ലാബ് വൃത്തിയാക്കാൻ നിൽക്കട്ടെ. ഇത് നമ്മൾ ഗ്യാസ് വെക്കണം അവിടുത്തെ കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് അവിടെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നില്ല, അതേപോലെ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ രാവിലത്തെ ചട്നി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ വിചാരിച്ച്. തേങ്ങ അരച്ച് കറി കൊണ്ട് പെട്ടെന്ന് കേട് വരുമല്ലോ. അപ്പോൾ നമ്മൾ അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നതിൻ്റെ ശേഷം പിന്നെ ചോറ് പൊരിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിപ്പിക്കാൻ വെച്ച് അതൊന്നായി വന്ന് കണ്ടപാട് തന്നെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയില്ല കേട്ടോ. അവിടെ തന്നെ മീൻ പൊരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചട്ടില്ല, ഫ്രൈ പാനും അല്ല, എന്താ ഇതിൽ പറയുക, തവ എന്നാ തോന്നണം പറയുക. മറ്റേ ഇരുമ്പിൻ്റെ സാധനമാണ് ഫ്രൈ പാൻ പോലെ തന്നെ. ഫ്രൈ പാനല്ല, പക്ഷേ ഇരുമ്പിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കണത്. വെളിച്ചെണ്ണയിൽ നമ്മളിത് പൊരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇത് പൊരിക്കാട്ടതിന് ശേഷമാണ് പിന്നെ ഉപ്പേരിക്കൊക്കെ അരിയാൻ നിന്നത്. കാബേജ് ഉപ്പേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ കാബേജ് ഉപ്പേരിക്ക് ഫസ്റ്റ് നമുക്ക് കാബേജൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിയാൻ നിൽക്കുന്നത്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറ്. മറ്റേ ക്ലാസ്സിനൊന്നും പോകുമ്പോൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ നമുക്ക് അതിക്ക് ആവശ്യം ഞാൻ എടുത്ത് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സവാളയും പിന്നെ 2 വെളുത്തുള്ളി ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ആ ഗ്യാസ് മേടുന്നിട്ട് മീൻ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ചട്ടിയിലാട്ടോ ഉപ്പേരി വെക്കണേ. ചട്ടിയിൽ ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ചട്ടിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് എന്ത് ഭക്ഷണം വെച്ചാൽ ചട്ടിയിലൊരു പ്രത്യേകതയല്ലോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേന് മീൻ ഇതാ പകുതിയോളം വെന്തിട്ട് വന്നിക്കണം. എന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായെന്നുണ്ടപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മീൻ എല്ലായിടത്തായിട്ട് വന്ന കാരണം ഞാൻ മറിച്ചിടാൻ നിൽക്കട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ. കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്ക് മീൻ മറിച്ചിടാം. എന്നതിന് ശേഷം ഇതാ സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് സവോളയും പച്ചമുളകും ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാബേജാണ് ഇടാൻ പോകുന്നത്. കാബേജ് ഉപ്പേരി എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കാബേജ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ യൂസ് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങ പൊളിച്ചിട്ട് ഇടാലോ വിചാരിച്ച് നോക്കുമ്പോൾ മഴ പെയ്യും. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പം നമ്മൾ ഉപ്പേരി ഫ്ലെയിം ഞാൻ കുറച്ചിട്ട് വേവുള്ള ഒരു ടൈം ആവട്ടെ. അപ്പത്തിന് മീനായിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ പാത്രത്തേക്ക് എടുത്തിടുക കേട്ടോ. പിന്നെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറേക്ക് ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടാക്കിയ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. ഇത് തേങ്ങ ഇട്ടിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അയിലപ്പാര കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചില്ല മീൻ അതുണ്ടായിരുന്നു. പിന്നീട് ഉപ്പിലിട്ട ക്യാരറ്റും പച്ചമുളകും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടോ. പച്ചമുളക് വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. ബൈ.